കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2027 ഫെബ്രുവരി 1 യൂട്യൂബ് പുതിയതായിട്ട് കൊണ്ടുവരുന്ന പുതിയ അപ്ഡേഷനുകൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും അറിഞ്ഞു കാണും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. എന്നെപ്പോലെ തന്നെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആകാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. ശരിക്കും കഷ്ടപ്പെട്ട സംഭവം നമുക്ക് 4000 മണിക്കൂർ എന്നുള്ളത് നമുക്ക് ആക്കിയെടുക്കാം. ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് 1-2 വർഷമായെങ്കിലും ഇതുവരെ എങ്ങും എത്തിയില്ല. അതാണ് സത്യം. എന്നാലും എന്നെപ്പോലുള്ള ആളുകളാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. സക്സസ് ആയിട്ടുള്ളവർ പക്ഷെ അതിന് താഴെ വരുള്ളൂ. നമ്മളും ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈ 6 മാസം കൊണ്ട് നമുക്ക് സമയമുണ്ട് കേട്ടോ. 6 മാസം എന്നത് ചെറിയൊരു കാലയളവല്ല. 6 മാസം കൊണ്ട് ശരിക്കും ഇതിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 4000 മണിക്കൂർ വാച്ച് അവർ നമുക്കും ആക്കിയെടുക്കാം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്നാ അറിയോ? 2027 ഫെബ്രുവരി മാസം തൊട്ട് ഇനി അത് 8000 മണിക്കൂർ ആവുക. നമുക്ക് ഇതുവരെ 4000 മണിക്കൂർ ആക്കാൻ പറ്റിയിട്ടില്ലേ? 8000 മണിക്കൂർ നമ്മൾ എങ്ങനെയാക്കും? അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇത്ര നാളും കൂടുതലായിട്ട് ഇട്ടിട്ടില്ല. അന്നേരം ഷോർട്ട് വീഡിയോ 10 ലക്ഷം വ്യൂവേഴ്സ് ഉള്ളത് ഇനി അത് 20 ലക്ഷം ആകുക. 10 ലക്ഷം എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട്. അതിന് 20 ലക്ഷം ആകുക. എന്നാൽ അതെന്ത് ചെയ്യും? അതിനും നമുക്കൊരു 6 മാസം ഉണ്ട്. പിന്നെ അതുകൂടാതെ സ്ഥിരമായിട്ട് നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ ഫുൾ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യണം. ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമുള്ളൂ നമുക്കത് വരുമാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഷോർട്ട് വ്യൂസിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. 90 ദിവസമേ ഉള്ള ഷോർട്ട് വ്യൂസിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ. അത് കഴിയുമ്പം പിന്നെ ആ വ്യൂസ് കയറുന്ന പോലത്തേക്ക് അതിന്റെ വരുമാനം കിട്ടുള്ളൂ. എന്നാൽ അത് ശ്രദ്ധിച്ചോണം. ഒറ്റ ഒരു കാര്യം മാത്രമേ സത്യം പറഞ്ഞ യൂട്യൂബ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ഏരിയ മാത്രമാണ് അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതിന് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ നിലവിൽ മോണിറ്റൈസേഷൻ ആയ ചാനലുകളെല്ലാം അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നാണ്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ള ആളുകൾ പുതിയ ചാനൽ തുടങ്ങി വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയ ആളുകൾ ഞാൻ 2 വർഷമായി ഇതുവരെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ വീഡിയോ ഇടുന്നുണ്ടെന്നല്ലാതെ അതിനെപ്പറ്റി ഇതുവരെ സീരിയസ് ആയിട്ട് ചെയ്തിട്ടില്ലെന്നുള്ള സത്യം. സീരിയസ് ആയിട്ട് ചെയ്യുന്നവരുടെ മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം എന്താ ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനെയുള്ളവർ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ഫുൾ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും. ഷോർട്ട് വീഡിയോ ഇട്ട് പോകുമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തട്ടി ഒപ്പിച്ചൊക്കെ പോകുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഷോർട്ട് വീഡിയോസ് ഇട്ട് പോകുന്നത്, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് ഫുൾ വീഡിയോ എന്ന് ഇട്ട് തുടങ്ങുന്നോ, നന്നായിട്ട് ഇട്ട് തുടങ്ങുന്നോ അന്ന് തൊട്ടായിരിക്കും നമ്മുടെ ചാനലും മുന്നോട്ട് കയറി പോവുള്ളൂ. എല്ലാവരും ഇനി ശ്രദ്ധിച്ചോണേ. നമുക്കെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇവര് അടുത്ത വർഷം തൊട്ട് ഇവരുടെ ചിന്ത ഇതായിരിക്കും, നല്ല യൂട്യൂബേഴ്സിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതായിരിക്കും യൂട്യൂബിന്റെ ഉദ്ദേശം. അതുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെ നിൽക്കേണ്ട വരും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ കേട്ടോ.